നമസ്കാരം. നമ്മുടെ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ 2 ദിവസം മുൻപ് ആണ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് നിറത്തെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇകഴ്ത്തിക്കൊണ്ട് ഒരു വിദ്വാൻ ഒരു പരാമർശം നടത്തുകയുണ്ടായി. ഇപ്പോഴുള്ള ചീഫ് സെക്രട്ടറി കറുപ്പാണ്, അതിനു മുൻപുണ്ടായിരുന്നത് വെളുപ്പാണ് എന്ന രീതിയിൽ എന്തോ അതങ്ങനെയല്ല പറഞ്ഞത്, സ്പെസിഫിക്കായിട്ട് അങ്ങനെയല്ല പറഞ്ഞതെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഉടൻ തന്നെ ഫേസ്ബുക്കിൽ അത് ശാരദാ മുരളീധരൻ എന്ന ചീഫ് സെക്രട്ടറി ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഏതാനും സമയത്തിനുള്ളിൽ അത് പിൻവലിച്ചു. വീണ്ടും അത് സജീവമായി മാധ്യമ ചർച്ചകളായി മാറുന്നു, അത് വിവാദമായി മാറുന്നു, പൊതുസമൂഹം ചർച്ചയ്ക്കെടുക്കുന്നു, മന്ത്രിമാർ അവരെ അനുമോദിക്കുന്നു. അതായത് നിങ്ങളിങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത് എന്തുകൊണ്ട് നന്നായി, നിങ്ങളുടെ ഒപ്പം കട്ടയ്ക്ക് ഞങ്ങളുണ്ട് എന്ന് പറയുന്നു. മന്ത്രിമാർ പറഞ്ഞാൽ പിന്നെ പ്രതിപക്ഷത്തിന് അടങ്ങിയിരിക്കാൻ പറ്റില്ലല്ലോ. പ്രതിപക്ഷ നേതാവ് പറയുന്നു എൻ്റെ അമ്മയുടെ നിറം കറുപ്പായിരുന്നു, അതിന് കറുപ്പിനെ ഞാൻ അഭിമാനിക്കുന്നു, ഞാൻ അമ്മയുടെ നിറം കറുപ്പായതുകൊണ്ട് കറുപ്പുള്ള ആളുകളെ ഞാൻ സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അത് പിന്നെ നമ്മുടെ സാംസ്കാരിക നായകന്മാരും സാഹിത്യ നായകന്മാരും ഒക്കെ ഏറ്റെടുക്കുന്നു. പത്രമാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം നടന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു യുദ്ധമാണ് എന്ന് തന്നെ പറയാം. നമ്മൾ ഒരാളുടെ കഴിവിനെ അംഗീകരിക്കുകയും അളക്കുകയും കണക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത് അവരുടെ നിറത്തിൻ്റെ പേരിലാണോ എന്ന് സംശയം തോന്നിപ്പോയ ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം. കാരണം ചീഫ് സെക്രട്ടറിയുടെ നിറം കറുപ്പാണ് എന്ന് അവരെ കണ്ടാൽ കറുപ്പാണെന്ന് തോന്നുന്നില്ലെങ്കിലും അവർ സ്വയം അങ്ങനെ വിശേഷിപ്പിക്കുകയാണ്, കറുപ്പാണ് എന്നും തന്നെ അതുകൊണ്ട് അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുമാണ് ചീഫ് സെക്രട്ടറിയുടെ ഒരു പ്രസ്താവന, അല്ലെങ്കിൽ അവരുടെ ഒരു സങ്കടം. തീർച്ചയായിട്ടും ചീഫ് സെക്രട്ടറി കടന്നു വന്ന വഴികളിൽ അവരുടെ ആ റാങ്കിൻ്റെ തിളക്കം, അവർ സർവീസിൽ കയറി അതിനു മുൻപതിന് അവർ പല പോസ്റ്റുകളിൽ കളക്ടറായിട്ടും പല പോസ്റ്റുകളിൽ അവർ നേടിയെടുത്ത അംഗീകാരങ്ങൾ, ഇപ്പോൾ ചീഫ് സെക്രട്ടറിയായി 2-1.5 വർഷം അതിൻ്റെ അംഗീകാരമൊക്കെ കണക്ക് കൂട്ടുമ്പോൾ ഈ നിറത്തിന് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചു പോവുകയാണ്, അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഇത്ര നാളും മാഡം താങ്കൾ ഈ നിറം വെച്ചല്ലേ ജീവിച്ചത്? ഇപ്പോൾ ഒരു സർട്ടിഫിക്കറ്റ്, എൻ്റെ മക്കൾ പറയുന്നു ഞാൻ സ്മാർട്ടാണ് എന്ന്, എൻ്റെ ഭർത്താവ് പറയുന്നു ഞാൻ സ്മാർട്ടാണ് എന്ന്, അതുകൊണ്ട് ഞാൻ സ്മാർട്ടാണ് എന്ന് പൊതുലോകത്തോട് വിളിച്ചു പറയുകയാണ്. മാഡം നിങ്ങൾ സ്മാർട്ടാണ് എന്നുള്ളതിന് തെളിവാണല്ലോ നിങ്ങൾ ചീഫ് സെക്രട്ടറി പോസ്റ്റിലേക്ക് എത്തിയത് തന്നെ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇപ്പോഴും ഇങ്ങനെ ഒരു വിലാപവും ഒരു സങ്കടവും അത് നിങ്ങൾ പൊതുവേദികളിലേക്ക് അത്തരത്തിലുള്ള ഒരു ചർച്ച വലിച്ചിട്ടത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. കാരണം ഇതിനു മുൻപ് കേരളം ഭരിച്ചിരുന്നവർ, ഇന്ത്യ ഭരിച്ചിരുന്നവർ എത്രയോ കറുപ്പ് നിറമുള്ളവരായിരുന്നു. നമ്മുടെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ നിറം കറുപ്പായിരുന്നു. ഒരാളെ പേരുപെടുത്ത് പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ ഭരണ നേട്ടം എത്രയാണ് എന്ന് വിലയിരുത്തിയാൽ മതി. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണാധികാരന്മാരിൽ മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. കാര്യത്തിൽ ഒരാൾക്കും, ഒരു കോൺഗ്രസ്സുകാരനോ BJP-കാരനോ മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഒരാൾക്കോ മുസ്ലിം ലീഗിലെ ഒരാൾക്കും സംശയമുണ്ടാകില്ല. എത്ര രീതിയിൽ എത്ര ഭംഗിയായാണ് അദ്ദേഹം കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പോഴും അദ്ദേഹം ഒരു ക്രൗഡ് പുള്ളറാണ് എന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ഏത് പാർട്ടിയിലെടുത്താലും കോൺഗ്രസിൻ്റെ കാര്യത്തിൽ എത്രയോ നേതാക്കന്മാർ കറുപ്പ് നിറമുള്ളവർ വന്നുപോയി. BJP-യിൽ തന്നെ എത്രയോ കറുപ്പുള്ളവരുണ്ട്, മുസ്ലിം ലീഗിൽ എത്രയോ കറുപ്പ് നിറമുള്ളവരുണ്ട്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായിരുന്ന ആളുകൾ കറുപ്പ് നിറമുള്ളവരായിരുന്നു. നമ്മുടെ ജുഡീഷ്യൽ പദവി അലങ്കരിച്ചിരുന്ന ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള ആളുകൾ കറുപ്പ് നിറമുള്ളവരായിരുന്നു. IPS-ൻ്റെ തലപ്പത്തെത്തിയവർ കറുപ്പ് നിറമുള്ളവരായിരുന്നു എന്ന് വെച്ച് അവർക്ക് കറുപ്പ് നിറമാണ് എന്ന് വെച്ച് അവരുടെ ആ ഒരു പോസ്റ്റിനെ ആരെങ്കിലും ബഹുമാനിക്കാതെ ആദരിക്കാതെ ഇരുന്നിട്ടുണ്ടോ? അപ്പോൾ അതല്ല, കറുപ്പ് നിറത്തിലല്ല കാര്യം എന്നുള്ളത് മാഡം ഇത്രയും നാളും മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുന്നത് വലിയ സങ്കടകരമായ കാര്യമാണ്. നിറത്തിലല്ല, നിറം വെളുത്തായാലും കറുപ്പായാലും അവരുടെ കൃത്യനിർവഹണത്തിൽ അവർ ജീവിക്കുന്ന മനുഷ്യനായിട്ടാണോ ജീവിക്കുന്നത്, അവരുടെ ജീവിത പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ് മലയാളികൾ നോക്കിക്കാണുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനോട് പറയാനുള്ളത്, നിങ്ങളുടെ നിറത്തിൽ നിങ്ങൾ കെട്ടുപോകരുത്, അതായത് അതിനകത്ത് നിങ്ങൾ അകപ്പെട്ടു പോകരുത്. നിങ്ങളുടെ നിറം പത്തരമാറ്റ് തിളക്കമുള്ള നിറം തന്നെയാണ്, കറുപ്പിന് 7 അഴക് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു സങ്കോചം കൊണ്ടു നടക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള ചിന്തകൾ ഉണ്ടാകുന്നത്, അത് പൊതുസമൂഹത്തിലേക്ക് വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങൾക്ക് തന്ന പിന്തുണ തന്നെയാണ് കേരളീയർ തരുന്നത്. നിങ്ങൾ ഒരു കാരണവശാലും തിരിഞ്ഞു നോക്കേണ്ടതേ ഇല്ല, നിറത്തിൽ അല്ല കാര്യമെന്ന് ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയുന്നു. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സങ്കോചങ്ങൾ വച്ച് പുലർത്തുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും മോശമായ രീതിയെന്ന് ഈ അവസരത്തിലെങ്കിലും പറയേണ്ടി വരുന്നു. കാരണം അത്തരത്തിലുള്ള ഒരു വിവാദങ്ങളും വാക്കുകൊണ്ടുള്ള ഏറ്റുമുട്ടലുകളും ഒക്കെയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അപ്പോൾ കറുപ്പായാലും വെളുപ്പായാലും
അവർ ചെയ്യുന്ന രീതി മനുഷ്യനാണോ, മനുഷ്യനായിട്ട് ഒരു കൃത്യമായ മനുഷ്യൻ്റെ രീതിയിലാണോ പെരുമാറുകയും ജീവിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളൊക്കെ അളവുകോലായിട്ട് കണക്കാക്കുന്നത്. അങ്ങനെയുള്ള ഒരു അളവുകോലാണ് എടുക്കുന്നത് എങ്കിൽ കറുപ്പ് നിറത്തിലുള്ള ആ കളത്തിൽ നിങ്ങളുടെ സ്കോറ് 100-ൽ 100 തന്നെയാണ് എന്ന് ഒന്നുകൂടി അടിവരയിട്ട് പറയേണ്ടി വരും.